ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ, കറിവേപ്പില. ഉലുവ പൊട്ടി വന്നതിന് ശേഷം വേണം കറിവേപ്പിലയും വെളുത്തുള്ളിയും 2 പച്ചമുളക് കീറിയിട്ടതും ഉള്ളി, ചെറിയ ഉള്ളി ഒരു 5-6 ചതച്ചിട്ടതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നോട്ടെ. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ചെറിയുള്ളി ചതച്ചെടുത്തതും തേങ്ങാപ്പാലും കൂടിയാണ് കേട്ടോ. അത് രണ്ടിൻ്റെയും ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഈ കറിക്ക് ഉണ്ടാകുന്നത് തന്നെ. ഇനി ഒരു സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. കാശ്മീരി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല. അപ്പോൾ 4 സ്പൂണോളം കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും. നമുക്കിതിൽ വെള്ളം ചേർക്കാനുണ്ട്. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതിൽ പുളി ചേർക്കുന്നില്ല ഈ കറിയിൽ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് ഗ്രേവി പകുതിയായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴാണ് മീനൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അടച്ച് വെച്ചിട്ടൊന്ന് കുറുകി വന്നോട്ടെ. കുറുകി വന്നതിന് ശേഷം നമുക്ക് മീൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. 3/4 കിലോ ആവോലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കഴുകി ഉപ്പ് ചേർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം പകുതി മീൻ വെന്തിട്ടുണ്ടാകും. മീനാകുമ്പോൾ അത്രയൊന്നും വേവ് ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാമല്ലോ. ആവോലി മീനിന് അത്രേ വേവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അരമുറി തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. ഏകദേശം മീൻ വെന്ത് വരുന്നത് വരെ നിങ്ങൾക്ക് എത്രയാണോ സമയം ആവശ്യമായിട്ടുള്ളത് അത്രയും നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് ഫുഡിൻ്റെ കൂടെ ആയാലും നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തി, പത്തിരി, ഏതാ പറയേണ്ടതെന്ന് അറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ടയുടെ കൂടെ ആണെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.